ഹലോ, വെൽക്കം ടു പുഷ്പ 2, ഒരു താത്വികമായ അവലോകനം. പുഷ്പ 1നെ അപേക്ഷിച്ച് പുഷ്പ 2ലേക്ക് നോക്കുമ്പോൾ, പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്കും രശ്മിക മന്ദാന, അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ ഇവരുടെ 3 പേരുടെയും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രശ്മിക മന്ദാനയ്ക്ക് അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള പെർഫോമൻസ് രീതിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മോനെ ഒന്നുമില്ല, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഇതിനാണ് ദേശീയ അവാർഡ് കിട്ടും എന്നൊക്കെ രശ്മിക മന്ദാന തള്ളി മറിച്ചതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനൊക്കെ അവാർഡ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ദേശീയ തലത്തിൽ ഇരിക്കുന്നവന്മാർ എന്ത് പൊട്ടന്മാരാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, എന്ത് പൊട്ടന്മാരാണ് എന്തോ ഇങ്ങനെയൊക്കെ തള്ളി മറിച്ച് കണ്ട ആവശ്യം വരെ ഉണ്ടായിരുന്ന, വെറുതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ രശ്മിക മന്ദാന? പക്ഷേ ആ ഒരു സാധനം നെഗറ്റീവ് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഞാൻ 2 പോസിറ്റീവ് കാര്യങ്ങളാണ്. ഫഹദിൻ്റെയും അല്ലു അർജുൻ്റെയും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കിഡിലൻ വേറെ ലെവലിൽ. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് എന്താ പറയുക, ഒരു പുഷ്പ 1ൻ്റെ അത്രയും വന്നില്ല എങ്കിലും 1-2 സ്ഥലങ്ങളിൽ ചെറുതായിട്ട് ആ ഒരു പുഷ്പ 1ലെ ഫഹദ് ഫാസിൽ നമുക്ക് കാണാൻ കഴിയും. അതും ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ സിനിമയുടെ ആ ഒരു ഇത് അങ്ങനെ ആയത് കൊണ്ടാണോ ഇനി അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് വിദഗ്ധന്മാർ പലതും പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ഫസ്റ്റ് പുഷ്പേക്കാളും സെക്കൻഡ് വരുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് അത്രയ്ക്കൊരു വലിയൊരു വാവ് ഫാക്ടർ എന്ന് പറയാനായിട്ട് ഒരു തേങ്ങ അതിനകത്ത് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതിനകത്ത് കണ്ട ആ ഇത് തന്നെ എന്താ എന്തോ എനിക്കൊരു വാവ് ഫാക്ടർ ഒന്നുമില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അല്ലു അർജുൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഡാൻസ് വൈസും പെർഫോമൻസ് വൈസും കിടിലിനാണ്. എന്നാൽ എൻ്റെ ഫുൾ ഇതിൽ പെർഫോമൻസ് ബേസ് ഇല്ലെങ്കിലും 1-2 സീൻസൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ വരുമ്പോഴത്തേക്കും കടിക്കും ഞാൻ ഈ സീനൊക്കെ ചിലതൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഭയങ്കര ഒരു ഭീകര പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ പെർഫോമൻസ് ഒരു സൈഡിൽ നിൽക്കട്ടെ, സൈഡിൽ നിൽക്കുമ്പോൾ പെർഫോമൻസ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് എടുക്കുക. പക്ഷേ ഡാൻസ് വൈസ് എൻ്റെ മോനെ വേറെ റേഞ്ച് സാധനം. അല്ലു അർജുൻ അങ്ങനെ ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാണ് കളിക്കുന്നത്. ഈ 3 വർഷത്തെ കഷ്ടപ്പാടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡാൻസിനകത്താണ് കൂടുതലും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മയല്ലേ ഒരു ഡാൻസ്. 2 മെയിനായിട്ടുള്ള 3 മെയിനായിട്ടുള്ള സോങ് സീക്വൻസും ആ ഒരു പെർഫോമൻസും അല്ലുവിൻ്റെ രീതിക്ക് തകർത്ത് അടിക്ക് പൊളിച്ചടിക്കുന്നുണ്ട്. രശ്മിക മന്ദാനയുടെ തോളത്ത് വെക്കുന്നു. രണ്ടാമത് മറ്റേ ഐറ്റം ഡാൻസ് കളിക്കുന്ന, സോറി പേരറിയില്ല, ഓക്കെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ആ നായിക അവൾ ഐറ്റം ഡാൻസ് കളിക്കാൻ വന്നാൾ ഇടുപ്പി വെക്കുന്നു, രശ്മിക മന്ദാന തൊളി വെക്കുന്നു, മറ്റൊരു ഇടുപ്പി വെക്കുന്നു. ഇങ്ങനെ 2 പെർഫോമൻസുകളിൽ അല്ലു അർജുൻ കിടുക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവർ 2 തോളത്ത് തുള്ളുന്നു, ഇടുപ്പി വെച്ച് തുള്ളുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ അല്ലു അർജുൻ്റെ മറ്റേ ഒരു അമ്പലത്തിൽ വെച്ചൊരു സംഭവമൊക്കെ ഇല്ല, ആ ഒരു ഇതായിട്ട് വരുന്നതൊക്കെ നിങ്ങൾ പോസ്റ്ററിലൊക്കെ ഉണ്ടല്ലോ, അത് പെർഫോമൻസ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. വേറെ റേഞ്ച് ആക്കിയിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് എന്ന് പറയാൻ നേരത്ത്. കിട്ടില്ലേ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഡാൻസ് വൈസ് ആണെന്നും ആ പെർഫോമൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസ് വൈസ് നോക്കിയാലും വേറെ റേഞ്ചാണ്, അമ്മായൊരു സാധനമാണ്. സത്യം ആ സീൻസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഗൂസ് ബംസ് ഇളകി വരുന്നത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ പടത്തിനെ പറ്റി ഓവറോൾ പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് പുഷ്പ 1 പുഷ്പ 2 എന്നൊന്നും ഇതിനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പുഷ്പ 2 എന്നൊന്നും ഇതിന് പറയേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് പുഷ്പ 1നകത്ത് തന്നെ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുഷ്പ 3 അവർ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണമായിരുന്നു, ഇതൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ പറയുന്ന പോലെ നമ്മൾ നെഗറ്റീവ് പ്രമാണിച്ച് പോയി കാണാതിരിക്കുകയും ചെയ്യരുത്. അതായത് എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്തോ കാണാനുള്ള ഉണ്ട്. എന്നാലും സ്റ്റോറി ലൈനും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കാൻ പോകരുത്. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് പോകാത്ത കാണാൻ താല്പര്യമുണ്ടോ പോയി കാണുക. ആ ഒരു മൈൻഡ് വെച്ച് തന്നെ പോയി കാണുക. അല്ലാണ്ട് അതൊന്നും വെച്ച് നോക്കിയിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. പക്ഷേ കൊടുത്ത പൈസക്കുള്ളതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത പൈസക്കുള്ളതുണ്ട്. അത് അല്ലു അർജുൻ്റെ ഒരു തെലുങ്ക് പടമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഒരു ബേസിലൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഒന്നുമില്ല. എന്തിനാണോ എന്തോ ഇനി പുതിയ എന്തൊക്കെയാണോ പുഷ്പ 3 വരാൻ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഇനി പുഷ്പ 3 എടുക്കാൻ വേണ്ടി ഇത് പുഷ്പ 2 ആക്കുകയാണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ കൂടെ സഹ നടന്മാരും കാര്യങ്ങളും എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം പുഷ്പാണൻ വെറും
പുഷ്പമല്ല, വെറും പുഷ്പമല്ല, വൈൽഡ് ഫ്ലവർ. അത് കാട്ടുതീ പോലെ ഇങ്ങനെ കിടക്കും. അത് കാട്ടുപുഷ്പം, കാട്ടുതീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തെക്കതില്ലേ മറ്റേ അനിമലിനകത്ത് പപ്പ പപ്പ എന്ന് പറയുമ്പോൾ പുഷ്പ 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 ഇങ്ങനെ ഒരു കുറേ പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓവറോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു. നിങ്ങളും പോയി കണ്ടു നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പോയി കാണുക. അല്ലാണ്ട് റിവ്യൂ ഒന്നും കേട്ട് പോകാൻ കാണാനൊക്കെ നിൽക്കുന്നതൊക്കെ നിങ്ങളുടെ വെറുതെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ പോയി കാണുക, എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചോ നിങ്ങൾ പറയുക. അത്രയേ ഉള്ളൂ. ഞാൻ അതുപോലെയാണ്. ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു. അടി ഇടി വെടി വെട്ട് കുത്ത് ഇതൊക്കെ ഉണ്ട്, പോയി കണ്ടോ, നഷ്ടമൊന്നുമില്ല. അത്രയേ ഉള്ളൂ.